നാരായണ 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 നാരായണ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ഓം കർദമദേവഹൂതിക്കായി സുപുത്രനായി ആത്മതത്വം നൽകി ലോകഹിതാർത്ഥമായി മാനവമുക്തിക്കായി പാലകൻ ശ്രീഹരി സാഖ്യം പറഞ്ഞ കപിലമൂർത്തേ നമ. മുന്നിലും പിന്നിലും കൃഷ്ണ നമിപ്പൂ ഭക്തനായി ഞാൻ കാക്കണം സർവഭാവേന ഭൂവിലും മൃത്യുശേഷവും. ഇവിടെ കാപിലം രണ്ട് ഭാഗം ഇപ്പോൾ നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ ഭാഗമാണ് ഇപ്പോൾ പറയണത്. 2 യൂട്യൂബ് ചാനലിലായിട്ടാണ് കിടക്കണത്. ഇത് രണ്ടിലും കൂടിയിട്ടാണ് നിൽക്കുന്നത്. നമുക്കത് ഒന്നിച്ചാക്കാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിക്കുന്നുണ്ട്, അറിയില്ല. മൊബൈൽ ഉപയോഗിച്ചിട്ട് അത്ര ശീലമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. മുഴുവൻ കേട്ടാൽ മുഴുവൻ ഫലം. അപ്പോൾ രണ്ടും കൂടിയിട്ട് വാട്സാപ്പിലൊക്കെ അയച്ചു തരാം. മറ്റേതെങ്ങനെയാണ് വേണ്ടത് എനിക്ക് അറിയില്ല. ശ്രീ ഗുരുവായൂരപ്പ. രണ്ടാമത്തെ ഭാഗം, ഭഗവാനെ രൂപത്തെ നല്ലവണ്ണം അറിഞ്ഞുകൊണ്ട് ധ്യാനിച്ചോളൂ. അപ്പോൾ രൂപസ്മരണയ്ക്ക് അത്രയും പ്രാധാന്യം. നാം അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും, ലീലകൾ കഥ കേട്ടുകൊണ്ട് സ്മരിച്ചുകൊണ്ടിരിക്കും. അതങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. ഈ രൂപം അങ്ങോട്ട് ധ്യാനിച്ചു കഴിഞ്ഞാലോ അതൊക്കെ ഉറയ്ക്കാൻ വളരെ എളുപ്പമാണ് എന്ന് പറഞ്ഞ് 28ാമത്തെ അധ്യായത്തിലാണ്, തൃതീയത്തിൽ, ഈ രൂപധ്യാനത്തിന് രൂപത്തെ നന്നായിട്ട് വിസ്തരിച്ചെടുക്കുന്നത്. അത് ഭാഗവതത്തിൽ തന്നെ ഏറ്റവും നന്നായിട്ട് രൂപത്തെ പറഞ്ഞ സ്ഥലമാണ് ഈ തൃതീയത്തിലെ 28ാമത്തെ അധ്യായം. അഷ്ടാംഗ യോഗങ്ങളെക്കുറിച്ചൊക്കെ അവിടെ വിസ്തരിച്ച് പറയണം. ക്രിയായോഗം, ഇത് മറ്റ് പല സ്ഥലങ്ങളിലും ഭഗവാന്റെ രൂപങ്ങൾ ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി കൂട്ടിച്ചേർത്താലേ ശരിക്കും, എല്ലാം കൂടി കൂട്ടിച്ചേർത്താലും മുഴുവനാവില്ല, അങ്ങനെയല്ല. എന്നാലും ഇപ്പോൾ അഷ്ടാംഗ യോഗത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞു. അഷ്ടാംഗ യോഗം എന്നുള്ളത് യമം 10, നിയമം 10, ആസനം 5, 84 എന്നൊക്കെ പറയും. പ്രാണായാമം, പ്രത്യാഹാരം, വിഷയം വിടലാണ് പ്രത്യാഹാരം. പ്രാണായാമം എന്ന് പറഞ്ഞാൽ ശ്വാസം പിടുത്തം. ആസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം ഒരുത്തിയിലിരുന്നിട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കുക, ഇരിപ്പുറയ്ക്കുക. ധാരണ എന്നുള്ളത് രൂപം, വസ്തു, നിയമം ഇതൊക്കെ ധരിക്കാനുള്ളതായിട്ടൊരു മാനസികാവസ്ഥയിലുണ്ടാവുക. അതേപോലെ ധ്യാനിക്കുക. പിന്നെ സമാധി, ഒന്നാവല്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. അപ്പം ഇങ്ങനെ ഓരോന്നിനെയും നല്ലോണം മനസ്സിലാക്കുക. യമം എന്നുള്ളത് അഹിംസ, സത്യം, അസ്തേയം, ദയ, ശൗചം, ധൃതി, ക്ഷമ, ബ്രഹ്മചര്യം, മിതാഹാരം, ആർജവം. ഇങ്ങനെ ഭാഗവതത്തിൽ യമത്തിന് 10 പറഞ്ഞിറക്കണം. ഇനി അതിൻ്റെ നല്ല ശീലങ്ങളായിട്ട് കുറേ ഉണ്ട് കേട്ടോ, അത് കഴിഞ്ഞിട്ട് പറയാം. ഈ യമനിയമങ്ങൾ പാലിച്ചാലേ ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. നിയമം എന്നുള്ളത് തപസ്, ദാനം, ആസ്തിക്യം, സന്തോഷം, പൂജ, ജപം, ഹോമം, ഹ്രി അല്ലെങ്കിൽ ലജ്ജ, മതി, സിദ്ധാന്തം, ശ്രവണം, പിന്നെ ആഹാരം പകുക്കൽ, ധനം പകുക്കൽ, വിദ്യ പകുക്കൽ, പരോപകാരം ചെയ്യൽ, മൗനം ശീലിക്കൽ, ഋഷിത്വം വരൽ, ഇങ്ങനെ അനവധി ഉണ്ട് കേട്ടോ. യമനിയമങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്നും പോരാ. ശരീരശുദ്ധിയും മനഃശുദ്ധിയും വളരെ പ്രധാനം. ദയയോട് കൂടിയിട്ട്, സ്നേഹത്തോട് കൂടിയിട്ട്, വിനയത്തോട് കൂടിയിട്ട് വേദത്തെ പഠിക്കണം. വേദം പഠിച്ചു കഴിഞ്ഞാൽ അത് പഠിപ്പിക്കണം. യാഗം ചെയ്യണം, ചെയ്യിക്കണം. ദാനം വാങ്ങണം, കൊടുക്കണം. ഒരു സമഭാവന, സമചിത്തത, സമദൃക്ക് ആയിട്ട്, നിഷ്കപടമായിട്ട്, ഏകാന്ത ഭാവത്തോട് കൂടിയിട്ട്, ഈ വേഷഭൂഷാദികളിലോ ഇതിലൊന്നും ശ്രദ്ധിക്കാതെ കണ്ട്, ശരീരബോധമില്ലാതെ കണ്ട്, സത്സംഗം നേടിയിട്ട് ദുസ്സംഗത്തെ ഒഴിവാക്കിക്കൊണ്ട് എതിർച്ഛാലാഭതുഷ്ടിയോട് കൂടിയിട്ട് അന്യോപകാരമായിട്ട് പരോപകാരം ശീലമാക്കുക. നവതാഭക്തി,
ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. മുഴുവൻ കർമ്മവും കർമ്മഫലവും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് മാനാഭിമാനം വേണ്ട അർഭകസമനായിക്കൊണ്ട് അഹം മമ മേ ത്വം തവ യേഷ അന്യ ഇത് വേണ്ട. ക്ഷമയോട് കൂടിയിട്ട് തിദീക്ഷയോട് കൂടിയിട്ട് സഹനശക്തിയോട് കൂടിയിട്ട് ശുശ്രൂഷുവായിട്ട് ജീവിക്കുക. മോക്ഷാവണം ലക്ഷ്യം. മുമുക്ഷുഭാവം. മനസ്സ് അന്തർമുഖമാക്കുക. സാക്ഷിയെ അറിയുക, അന്തര്യാമിയെ അറിയുക, ജ്ഞാനം നേടുക, വിഷയങ്ങളോടുള്ള വിമുഖത. ഏഷണാത്രയം, പുത്രേഷണ, ദാരേഷണ, വിത്തേഷണ, ലോകേഷണ, ഇങ്ങനെ ഓരോന്നിനോടുള്ള ആസക്തി അത് ഒഴിവാക്കുക വേണം. പഞ്ചസൂനങ്ങൾ, ഈ അരക്കലായാലും ആയുധം കൊണ്ട് വെട്ടലായാലും വെള്ളം, തീയ്, ഇങ്ങനെയുള്ള പ്രയോഗങ്ങളെ കൊണ്ടൊക്കെ പ്രാണിഹിംസ വരും. അപ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കുക. അതിന് പരിഹാരമായിട്ടാണ് ദേവ, ഋഷി, പിതൃ, തിര്യക്ക്, അതിഥി, ഈ പഞ്ചയജ്ഞങ്ങൾ, അവരെ പൂജിക്കുക എന്നുള്ളത്. പഞ്ചയജ്ഞങ്ങൾ അപ്പോൾ നമ്മിലുണ്ടായി വന്നതായിട്ടുള്ള ഈ എല്ലാവിധ ചീത്തകളും ഇല്ലാണ്ടാക്കുക. അതാണ് യമനിയമങ്ങൾ. യമനിയമങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സിദ്ധികളാണ്. അത് അണിമ, മഹിമ, ലഘിമ, ഗരിമ, പ്രാപ്തി, പ്രാകാമ്യം, ഈശിത്വം, വശിത്വം, കാമാവസായിത എന്ന അഷ്ട ഐശ്വര്യം. അത് ഭഗവാന്റേതാണ്. അതിൽ കുറേശ്ശൊക്കെ നമുക്ക് കിട്ടും. എന്താ കിട്ടുക എന്നുള്ളതെന്ന് ഉറപ്പിക്കേണ്ട. പിന്നെ അനൂർമിമത്വം, ദൂരശ്രവണം, ദൂരദർശനം, മനോജവം, കാമരൂപം, പരകായപ്രവേശം, സ്വച്ഛന്ദമൃത്യു, ദേവക്രീഡാദർശനം, സങ്കല്പ സംസിദ്ധി, ആജ്ഞ, ത്രികാലജ്ഞത്വം, അദ്വന്ദ്വം, പരചിത്തജ്ഞാനം, അഗ്നി, അർക്കാമ്പു, വിഷസ്തംഭം, അപരാജയം, ഇങ്ങനെയൊക്കെ സിദ്ധികൾ 23 ഉണ്ട്. അതൊക്കെ കിട്ടുന്ന പറയണം. ഇതൊക്കെ കിട്ടാറാവാൻ ആദ്യമേ തന്നെ ആദിത്യം, അംബികാം, വിഷ്ണു, ഗണനാഥം, മഹേശ്വരം, അഗ്നിം ച, ഇങ്ങനെ ആദ്യത്തേതായിട്ടുള്ള ഈ പഞ്ചബ്രഹ്മങ്ങളെ പൂജിച്ച് അർഹത കിട്ടാൻ ശ്രമിക്കണം. എന്നിട്ട് വേണം കർമാധികാരിയാവാൻ. ഈ കർമാധികാരം കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ആയുസ് എന്ന് പറയുന്നത് 120 വർഷമാണ്. അത് വർഷക്കണക്കിന് ആദിത്യൻ 6, ശശി 10, കുജൻ 7, രാഹു 18, വ്യാഴം 16, ശനി 19, ബുധൻ 17, കേതു 7, ശുക്രൻ 20, ഇങ്ങനെ മനുഷ്യായുസ് 120 കൊല്ലമായിട്ട് നിശ്ചയിച്ചിറക്കണം. അതിൽ 84 വരെ ജീവിച്ചാൽ തന്നെ ഭാഗ്യമായി. നമ്മൾ ചെയ്യുന്ന മനസ്സാ വചസാ കർമ്മണ മുഴുവൻ കാര്യങ്ങളും ഭഗവാൻ അറിഞ്ഞുകൊണ്ടിരിക്കുക. 18 സാക്ഷികളെ കൊണ്ട്. പഞ്ചഭൂതങ്ങൾ, 4 ദിക്ക്, 2 സന്ധ്യ, രാത്രി, പകല്, കാലം, യമൻ, സൂര്യൻ, ചന്ദ്രൻ, അന്തരീക്ഷം, ദ്യുലോകം, അതാണ് അന്തരീക്ഷം. ഇങ്ങനെ 18 സാക്ഷികളെ കൊണ്ട് നമ്മൾ ചെയ്യുന്നത് മുഴുവനെ അറിയുകയാണ്. പാലിക്കേണ്ടതായിട്ടുള്ള ആശ്രമധർമ്മങ്ങൾ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ബ്രഹ്മചര്യം ഭഗവാന്റെ ഹൃദയത്തിൽ നിന്ന് വന്നതാ. തപസ്വരൂപനാണ് ഭഗവാൻ. തപസ് ഞാനാണെന്ന് പറയുന്നുണ്ട്. ഗാർഹസ്ഥ്യം അത് അരക്കെട്ടിൽ നിന്നാണ് അത്ര ഉണ്ടായത്. അപ്പോൾ സന്താനാധികാര നമ്മളുണ്ടാവണം, നമുക്കുണ്ടാക്കണം. അതായത് കല്യാണം കഴിക്കണം, കുട്ടികളൊക്കെ ഉണ്ടാവണം എന്നർത്ഥം. അതേപോലെ ആണും പെണ്ണും ഉണ്ടാവണം എന്നാണ്. പിന്നെ വാനപ്രസ്ഥം മനസ്സിനെയും ശരീരത്തിനെയും ഒരേപോലെ ദ്വന്ദ്വം കടക്കാറാക്കലാണ്. അത് ഭഗവാന്റെ മാരിടത്ത് നിന്ന് മനസ്സിൽ നിന്നുണ്ടായതാ വാനപ്രസ്ഥാശ്രമം. നമുക്കൊന്നും വാനപ്രസ്ഥാശ്രമം ചെയ്യാൻ സാധിക്കില്ല. എന്നിട്ട് വേണ്ടേ സന്യാസം. സന്യാസം ശിരസ്സിൽ നിന്നുണ്ടായിന്ന എന്ന് വെച്ചാൽ അത് ഭഗവാന്റെ ഒരു ആജ്ഞയാണ് സന്യാസം എന്നുള്ളതേ. ഭഗവാന്റെ ആജ്ഞയായിട്ട് സന്യാസത്തെയൊക്കെ സ്വീകരിക്കണം വെച്ചാൽ എത്ര ബുദ്ധിമുട്ടുണ്ട്. എല്ലാം ഒഴിവാക്കണേ. യദൃച്ഛാലാഭതുഷ്ടി മാത്രമേ പാടൂ. ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ മാത്രമേ സ്വീകരിക്കാവൂ. ആഹാര, നിഹാര, നിദ്ര മാത്രം, വേറൊന്നും പാടില്ല. അതാണ്
ദേഹോപലബ്ധയെ ആണ്, ദേഹത്തിന് വേണ്ടിയിട്ട് തന്നത് ഈ ആഹാര നീഹാര നിദ്ര മാത്രം, ബാക്കിയുള്ളതൊക്കെ ഉപേക്ഷിക്കണം. അതാ സന്യാസം. കിട്ടിയതുകൊണ്ട് ആഹാരം അത്രേ പാടൂ, മണ്ണിൽ കിടക്കുക, അങ്ങനെ ഉറങ്ങണം എന്നാ. എപ്പോഴും ശുദ്ധിപ്രക്രിയ ചെയ്തുകൊണ്ടേയിരിക്കുക, അങ്ങനെയാണ്. മനസ്സിനെയും ശരീരത്തിനെയും ശുദ്ധാക്കി കൊണ്ട് വയ്ക്കണം, അങ്ങനെയാണ്. പിന്നെ വർണ്ണങ്ങൾ എന്ന് പറഞ്ഞത് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ബ്രാഹ്മണനായിട്ട് ഭഗവാന്റെ മുഖത്തിലാണ് ബ്രാഹ്മണനെ, മുഖത്തു നിന്നാണ് ബ്രാഹ്മണനെ വേദമൊക്കെ ഉണ്ടായത്. പാലിക്കുക എന്നുള്ള അത് കൈകളെ കൊണ്ടാണ്, അതുകൊണ്ട് ക്ഷത്രിയൻ കൈകളിൽ നിന്നാണ് ഉണ്ടായത്. വൈശ്യൻ തുടയിൽ നിന്നാണ് ഉണ്ടായത്. ഈ സംഭാരങ്ങളെയൊക്കെ ഉണ്ടാക്കാൻ അതിനൊരു താങ്ങും തണലൊക്കെ വേണേ, അതാണ് വൈശ്യൻ. പിന്നെ പാദത്തു നിന്നാണ് ശൂദ്രൻ, സേവനം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. അതിൽ ഈ ബ്രാഹ്മണ്യം കിട്ടണച്ചാലത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ജന്മനാ ജന്തു എന്നാണ്. അത് പിന്നെ ഉപനയനമൊക്കെ ചെയ്ത് ദ്വിജനാവണം, പിന്നെ വിപ്രനാവണം, ബ്രഹ്മചാരിയാവണം, വൈദികനാവണം, പുരോഹിതനാവണം, ശ്രോത്രികനാവണം, മുനി, ഋഷി, ബ്രാഹ്മണൻ, ബ്രഹ്മഋഷി, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അന്യനെ സഹായിക്കലാണ് നമ്മുടെ ജോലി എന്നുള്ളത് വിപ്രപദത്തിനർത്ഥം. പരം പാതി ആത്മാനം പാതി പരം പാതി ച എന്നാ. അപ്പോൾ ഭഗവാനെ ഭഗവത്വം അറിഞ്ഞുകൊണ്ട് ഐശ്വര്യം, വീരം, ശ്രീ, യശസ്, ജ്ഞാനം, വിജ്ഞാനം, ഇതാണ് ജ്ഞാനവൈരാഗ്യങ്ങൾ. ജ്ഞാനം വിജ്ഞാനത്തോട് കൂടിയിട്ടും പിന്നെ വൈരാഗ്യം, അങ്ങനെ ഭഗം 6 ഭഗവാൻ. ആ ഭഗവാനെ അറിഞ്ഞ് ഭജിക്കണം. ഭഗവാന്റെ ഉൽപ്പത്തി, വിനാശം, വിദ്യ, അവിദ്യ, ഗതി, വിഗതി, ആഗതി ഇതൊന്നും അറിയില്ല. ഭഗവാന്റെ ലീലാരഹസ്യങ്ങൾ സകല സ്വരൂപം സ്വീകരിച്ചുകൊണ്ട് പലതും ചെയ്യുന്നത് നമുക്കറിയില്ല എന്താണെന്നുള്ളത്. ബലം, ഋദ്ധി, ജ്ഞാനം, സമ്പത്തി, കീർത്തി, ഈശ്വരഭാവം, ഭഗവാനെ പറ്റി നമുക്ക് അറിയാത്ര എളുപ്പമല്ല. ഇതൊക്കെ ഭഗങ്ങളാണ്. ഭഗമാറ് എന്നാണ് പറയുക. ഭഗവാൻ ചെയ്യുന്ന സൃഷ്ടി, സ്ഥിതി, സംഹാരം, അതേപോലെ തന്നെ ഇതിൽ ചേർന്നതായിട്ടുള്ള തിരോധാന അനുഗ്രഹങ്ങൾ പഞ്ചകൃത്യപരായണനായിക്കൊണ്ട് ഭാഗവത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഭഗവാൻ അത് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, ഊർജ്ജ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാണനായിക്കൊണ്ട്, പഞ്ചപ്രാണങ്ങളായിക്കൊണ്ട് നമ്മുടെ ദേഹത്തിൽ പ്രവർത്തന ഊർജത്തെ സ്വീകരിക്കുകയും അത് തരുകയും ചെയ്യാനുള്ള കഴിവ് തരുകയും ചെയ്യുന്ന ആ പ്രാണങ്ങൾ, പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, അതേപോലെ തന്നെ അധപ്രാണങ്ങളായിട്ട് നാഗൻ, കൃകലൻ, കൂർമൻ, ദേവദത്തൻ, ധനഞ്ജയൻ, ഇങ്ങനെ ഭഗവാൻ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഇത്രയും വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇതിനെയൊക്കെ ജ്ഞാനം കൊണ്ട് അറിയണം. അതിന് ഈ ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ട് ഈ നിയമങ്ങളെയൊക്കെ നന്നായിട്ട് തന്നെ പാലിച്ചാൽ മാത്രമേ, ജിജ്ഞാസുവായിട്ട് അങ്ങനെ പാലിച്ചാൽ മാത്രമേ നമുക്ക് ഈ ആർത്തഭാവം ഇല്ലാണ്ടേ ഉള്ളൂ. അർത്ഥാർത്ഥി ആവാതെ കണ്ട് ജ്ഞാനിയായിട്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ. സ്വധർമ്മം ചെയ്താൽ മതി. പ്രായത്തിനനുസരിച്ചും കുലത്തിനനുസരിച്ചും വേദം വിധിച്ചത് ചെയ്യുക. വർണ്ണാശ്രമധർമ്മങ്ങൾ, സനാതനധർമ്മങ്ങൾ ചെയ്യുക. നിത്യകർമ്മങ്ങളും നൈമിത്തികർമ്മങ്ങളുമായിട്ട് ചെയ്യുക. ആദ്യമൊക്കെ സകാമകർമ്മം പ്രവൃത്തിമാർഗമായിട്ട് ചെയ്യുക, പിന്നെ നിഷ്കാമകർമ്മം നിവൃത്തിമാർഗമായിട്ട് ചെയ്യുക. അന്യധർമ്മം ചെയ്യണ്ട. പരകർമ്മം, വികർമ്മം, കുകർമ്മം, നിഷിദ്ധകർമ്മം ചെയ്യണ്ട. ജീവനോപായ കർമ്മങ്ങൾ എതിരച്ഛാലാഭ ദൃഷ്ടി അത്രേ വേണ്ടൂ, അത് കിട്ടിക്കോളും. സേവനം പരോപകാരമായിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ടത് എന്തോ ഭഗവാൻ തന്നോളും. ഞാൻ ചെയ്യുന്നതൊക്കെ ഞാനാണ് കർത്താവ് എന്ന് വിചാരിക്കേണ്ട. കർമ്മവും കർമ്മഫലവും ഭഗവാന് സമർപ്പിക്കുക. ഭക്തിയോട് കൂടിയിട്ട്, ജ്ഞാനം നേടിയിട്ട്, മുമുക്ഷുഭാവത്തിൽ ഏറ്റവും കുറച്ച് ആഹാരം, ശുദ്ധമായിട്ടുള്ള ആഹാരം സ്വീകരിച്ച് മിതമായിട്ട് കഴിക്കുക, പകുത്ത് കഴിക്കുക. ആഹാരമായാലും ധനമായാലും എല്ലാം പകുക്കണം.
വെച്ചാൽ വീതം വെക്കണം എന്നർത്ഥം. എന്നിട്ട് നമ്മൾ 10-1 സ്വീകരിക്കാവൂ. 10-1 ഏറ്റവും മിനിമം മാത്രമേ സ്വീകരിക്കാവൂ. ഏകാന്തത എപ്പോഴും അനുഭവിക്കണം. സമൂഹ മധ്യത്തിൽ ഏകാന്തത അനുഭവിക്കലാണ് യഥാർത്ഥത്തിലുള്ള ഏകാന്തത. അങ്ങനെ ബ്രഹ്മചര്യത്തോടു കൂടിയിട്ട് മൗനിയായിട്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഈ ശമധമങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാനെ ധ്യാനിക്കുകയാണ് വേണ്ടത്. അത് ഇരിപ്പ് ഉറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞല്ലോ. ആദ്യത്തേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ദേഹസംബന്ധമായിട്ടുള്ളത്, ഈ വാതപിത്ത കഫങ്ങൾ നമ്മളെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടതിനൊക്കെ ചെയ്യണം. അതാണ് ഈ അഷ്ടാംഗയോഗമൊക്കെ പറഞ്ഞത്. 80 തരത്തിൽപ്പെട്ടതായിട്ടുള്ള വാതരോഗങ്ങളുണ്ട്. രാത്രിയാണ് വാദം വരിക. വൈകുന്നേരം 5 മണി മുതൽ രാവിലെ 5 മണി വരെ വാതരോഗങ്ങൾ 80 തരത്തിൽ വരുന്ന. രാവിലെ 5 മണി മുതൽ രാവിലെ ഉച്ചയ്ക്ക് രാവിലെ 9 മണി വരെ, രാവിലെ 5 മണി മുതൽ രാവിലെ 9 മണി വരെ കഫപ്രകൃതിയായിട്ടുള്ള 105 തരത്തിൽപ്പെട്ടതായിട്ടുള്ള കഫരോഗങ്ങൾ വരുന്ന കഫജന്യ രോഗങ്ങൾ രാവിലെ 5 മണി മുതൽ 9 മണി വരെയാണ് അതിൻ്റെ കഫ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ പകൽ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പിത്തരോഗങ്ങൾ 64 തരത്തിൽപ്പെട്ടത്, വിയർക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ. പിത്തജന്യ രോഗങ്ങൾ 64 എണ്ണം, അത് പകലെയാണ് 9 മണി മുതൽ 5 മണി വരെ. കഫരോഗങ്ങൾ രാവിലെ 5 മണി മുതൽ 9 മണി വരെയാണ്. രാത്രി വാതരോഗങ്ങൾ 80 എണ്ണം, അത് 5 മണി മുതൽ രാവിലെ 5 മണി വരെ, അങ്ങനെയാണ്. അപ്പോൾ ഇതിനെയൊക്കെ അറിയണം. എന്നിട്ട് അതിൻ്റെ പരിഹാരങ്ങളൊക്കെ കുറേ ചെയ്യണം. മരുന്നായാലും വേണ്ടില്ല, ഈ അഷ്ടാംഗ യോഗ ആയാലും വേണ്ടില്ല, എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് സ്വസ്ഥത കിട്ടണം. അതിന് വേണ്ടിയിട്ട് അതിനെ ഒഴിവാക്കണം എന്ന് പറയാനുള്ള കാരണം അതൊക്കെ മോക്ഷത്തിന് തടസ്സമാണ്. ഇതൊക്കെ ത്രിഗുണപരങ്ങളായിട്ടാണ് വരുന്നത്, സത്വ രജസ് തമോ ഗുണങ്ങളായിക്കൊണ്ടാണ്. അപ്പോൾ ഈ ചീത്തകളൊക്കെ ഇല്ലാണ്ടാവാനാണ് ഇതൊക്കെ ചെയ്യണത്. അങ്ങനെ ഭഗവാനെ ധ്യാനിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം പറയുകയാണ്. ഏകാന്തമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്ത് ശാന്തമായിട്ട് ഇരിക്കുക, ശാന്തനാവണം. സ്വസ്ഥത, സന്തോഷം, സ്വാതന്ത്ര്യമൊക്കെ വേണം. അങ്ങനെ പടിഞ്ഞിരുന്ന് ഒരു കാല് മറ്റേ കാലിൻ്റെ തുടയിൽ വെച്ച്, അങ്ങനെ 2 കാലും ചമ്പ്രം പടിഞ്ഞിരിക്കുന്ന പോലെ, എന്നാൽ മറ്റേ പാദം മുകളിലാവണം, അങ്ങനെയാണ്. അങ്ങനെ ഇരുന്ന് കണ്ണ് പകുതി തുറന്ന് നിവർന്നിരുന്ന് മൂക്കിൻ്റെ അഗ്രം കണ്ടുകൊണ്ട് നീണ്ടു നിവർന്ന് മനസ്സ് ശുദ്ധമാക്കി ഭഗവാനിൽ എത്തിച്ചതിൻ്റെ ശേഷം ഭഗവാന്റെ കേശാദിപാദം പാദാദികേശം ഒന്ന് സ്മരിക്കുക. പ്രസന്ന മുഖനായിട്ടുള്ള ഭഗവാൻ. അപ്പോൾ ഒരു പൂജയൊക്കെ കഴിഞ്ഞുള്ള സമയമാണ്. അപ്പോൾ സന്തോഷത്തോടു കൂടിയിട്ട് സഹസ്രനാമമൊക്കെ കേട്ടിട്ടുള്ള ഭഗവാൻ നല്ലോണം നേദ്യമൊക്കെ ഉണ്ട്, അങ്ങനെ നമ്മളെ സഹായിക്കും. ആ ഒരു പ്രസന്ന ഭാവമാണ്, കാരുണ്യ നോട്ടാണ്. ചെന്താമര കണ്ണുകൊണ്ട് നമ്മളെ നോക്കുകയാണ്, കരുണയോട് കൂടിയിട്ട്. നീണ്ട കണ്ണ്, ചുവന്ന കണ്ണ. നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു ബ്രഹ്മാനന്ദം കിട്ടും, അങ്ങനെയുണ്ട്. അത്രയും കൂടുതലാണ് ഭഗവാന്റെ കാരുണ്യം. ശ്യാമള നിറമാണ്, ഒരു മേഘനിറം, മേഘശ്യാമള വർണ്ണം, കുറച്ചൊരു നീല കലർന്ന കറുപ്പ്. അതേപോലെ വാള്, പരിച, അങ്ങനെയുള്ള ആയുധങ്ങൾ. ചതുർബാഹു വിഷ്ണു സ്വരൂപം, ശംഖചക്രം, ഗദ, പത്മം. 4 കൈകൾ. ഈ ചതുർയുഗത്തെയൊക്കെ കണക്കാക്കണമെന്നാണ് പറയാം. 4 കൈകൾ ചതുർയുഗത്തെ, അതുപോലെ 4 ദിക്കുകളെ. അത് അഷ്ടബാഹുവാണ് വെച്ചാൽ 8 ദിക്കുകളെ, ദിക്കും വിദിക്കും, അങ്ങനെയാണ്. ദശബാഹു ആണെച്ചാൽ 10 ദിക്ക്. അഷ്ടബാഹു ആണെച്ചാൽ 8 ദിക്ക്. ചതുർബാഹു ആണെച്ചാൽ 4 ദിക്ക്. അതേപോലെ മഞ്ഞപ്പെട്ടാണ് ഭഗവാൻ ധരിക്കുക. മനസ്സിൻ്റെ ഒരു വിക്ഷോഭവും വരാത്ത രീതിയിലുള്ള ഒരു ഭാവമാണ്, ഒരു ലയഭാവം കിട്ടും. മഞ്ഞപ്പെട്ടിൻ്റെ പ്രത്യേകത അതാ. പാലകനായിട്ടുള്ള ഭഗവാൻ വിഷയമോഹങ്ങളെ മുഴുവൻ ഇല്ലാണ്ടേക്കും.
കാലത്തെ സന്ധ്യയ്ക്ക് ഈ അരുണവർണ്ണമാണെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ വെളുപ്പ് നിറാവും. നമ്മളങ്ങനെ കാണുക. സായം സന്ധ്യയ്ക്ക് മുമ്പ് വരെ ഈ വെളുപ്പ് കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു മഞ്ഞ വരിക. അത് കഴിഞ്ഞാൽ അരുണവർണ്ണം. ഇത് ആ ഒരു നിയമത്തിലാണ് ഈ വെള്ള, മഞ്ഞ, പച്ച, ചുവപ്പ്, കറുപ്പ്, നീല എന്നുള്ളൊരു ക്രമമൊക്കെ വന്നിരിക്കണത്. ഇപ്പോൾ എല്ലാ കൈകളിലും ആയുധത്തോട് കൂടിയിട്ടുള്ള ആ ഭഗവാനെ നമുക്കറിയാവുന്ന രീതിയിൽ ഇങ്ങനെ സ്മരിച്ച് പോരാം. ശ്രീവത്സം എന്നുള്ള ഭൃഗുവിൻ്റെ പാദം വക്ഷസ്സിൽ, അത് വിനയ, ശുശ്രൂഷ, ഭക്തിയെ, ശ്രദ്ധയെ ഒക്കെ കാണിച്ചു തരാം. ലക്ഷ്മി ഒപ്പം ഇരിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടതായിട്ടുള്ള വസ്തുക്കളെ മുഴുവൻ തരുന്നതായിട്ടുള്ള ലക്ഷ്മി വൈരാഗ്യത്തോടു കൂടിയിട്ട് നമ്മെ രക്ഷിക്കുക. വേണ്ടത് മാത്രമേ നമ്മൾ എടുക്കാവൂ. കൗസ്തുഭം എന്നുള്ള രത്നം, സ്വയം പ്രകാശിതം, ഭഗവാനെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കണം. രത്നമായിട്ട് കാണാൻ സാധിക്കണം. രത്നത്തിന് എന്തില്ല? അഴുക്കുകളൊന്നുമില്ല. അത് പാലാഴി കടഞ്ഞപ്പോൾ കിട്ടിയതാണ് ഏറ്റവും പ്രകാശിതം, ഒരഴുക്കുമില്ലാത്തത്. അതേപോലെ വനമാല ചാർത്തിയിട്ടുണ്ട്. 6 ഋതുക്കളിലെ പൂക്കൾ ചേർത്തതായിട്ടുള്ള മാലയാണ് ചേർത്ത് അവിടെ കെട്ടിയിരിക്കുന്നത്. ഈഹസുഖത്തെ മുഴുവൻ തരുന്ന ഗ്രീഷ്മം, ഈ വേനൽക്കാലം, വർഷം, മഴക്കാലം, പിന്നെ ശരത്കാലം, ഹേമന്തം, വസന്തം, ശിശിരം, മഞ്ഞുകാലം, ധാരാളമായിട്ട് ഈ പൂക്കൾ, ഫലങ്ങളൊക്കെ തരുന്നതായിട്ടുള്ള കാലം. അങ്ങനെ 6 ഋതുക്കളിലുള്ള പൂക്കളെയൊക്കെ കോർത്തിണക്കിയിട്ടുള്ള ആ മാലയാണ് ഭഗവാൻ വനമാലയായിട്ട് ധരിച്ചിരിക്കുന്നത്. മോതിരം, വള, കടകം, രത്നഹാരം, തോൾവള, കിരീടം, മകരകുണ്ടലം, കാതുകളിലൊരു മകര മത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള ആഭരണം, ശാന്തനായിട്ടുള്ള സുന്ദരനായിട്ടുള്ള നിത്യം 16 വയസ്സുള്ള ദൃഢഗാത്രനായിട്ടുള്ള ബാഹുവായിട്ടുള്ള എല്ലാവരും നമിക്കുന്നതായിട്ടുള്ള, എല്ലാവരും സ്മരിക്കുന്നതായിട്ടുള്ള ആ ഭഗവാൻ ഇരിക്കുന്നതോ നിൽക്കുന്നതോ നടക്കുന്നതോ അവതാരലീലകൾ കാണിക്കുന്നതോ ധ്യാനിക്കുക. നമ്മളും എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോഴും ഭഗവാനെ, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഭഗവാനെ സ്മരിക്കുക. എല്ലാ കർമ്മം ചെയ്യുമ്പോഴും സദാസേവ്യ അംഗപ്രത്യംഗം ക്രമേണയായിട്ട് വജ്രാങ്കുശധ്വജ സരോരുഹ യവാദികളെ ധ്യാനിക്കുക തന്നെ വേണം. കാലിൻ്റെ 10 നഖങ്ങൾ, ചന്ദ്രൻ, അത് ശീതളിമ തരുന്ന മനസ്സുഖം, ആനന്ദം. വജ്രാങ്കുശം, വജ്രം എന്നുള്ള ആയുധം ചീത്തകളെയൊക്കെ നശിപ്പിക്കും മനഃശുദ്ധിക്ക് വേണ്ടിയിട്ട്. അങ്കുശം തോട്ടി, മനസ്സാകുന്ന ഈ മതയാന അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുമ്പോഴേ പിടിച്ചു വലിക്കാൻ. ഭക്തന്മാരുടെ ആണ് ഈ കൊടിയടയാളം. താമര നമ്മുടെ വാസസ്ഥാനം, യവം ആഹാരം. അതേപോലെ പാദതീർത്ഥമാകുന്ന ഈ ഗംഗ, ഗംഗ, ഗീത, ഗോവിന്ദൻ, അതേപോലെ ഗായത്രി, പിന്നെ ഗോവ്, ഇങ്ങനെ 5 ഗകാരങ്ങൾ സ്ഥിരം സ്മരിക്കണം എന്നാണ്. അപ്പോൾ അതിൽ ഈ ഗംഗ പാദതീർത്ഥം, ത്രിവിക്രമൻ്റെ ഇടതുകാല് ആ തള്ളവിരലിൽ കഴുകി, ബ്രഹ്മാവിൻ്റെ കമണ്ടലൂന്ന് കഴുകിയത്, അതാണ് അത്ര ആ വെള്ളം. അത് ഈ 14 ലോകം നിറഞ്ഞു. അതാണ് ഗംഗ. ഗകാരോ ജ്ഞാനവാചക, ഗാകാരോ ഗമന. ഭഗവാനെ അറിയുക എന്ന ആ ഗംഗയിൽ അങ്ങോട്ട് കുളിക്കുക, മുങ്ങി നിൽക്കുക. നമുക്ക് ഈ ബ്രഹ്മാണ്ടം ഭേദിക്കാൻ ഇത്രയും നല്ല ഒരു ഉപാധി വേറെയില്ല. പാദധൂളി, പാദചിഹ്നങ്ങൾ, ഈ പാദതീർത്ഥം, പാദസ്മരണ, അത് പാദത്തെ ഒരു നൗകയായിട്ട്, തോണിയായിട്ട് സംസാരത്തെ കടക്കാൻ ഉപയോഗിക്കാമെന്നാണ്. ലക്ഷ്മി തലോടുന്നതായിട്ടുള്ള ഈ കാല്, എല്ലാവർക്കും താങ്ങാവുന്ന പുറവടി, ആമ, കൂർമ്മരൂപി. ഗരുഡൻ്റെ പുറത്തിരിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ അത്ര തുടകൾ മഞ്ഞ പട്ടുകൊണ്ട് ഇങ്ങനെ മറച്ചുണ്ട്. ആ ചിറകടി, അതിങ്ങനെ നല്ല കാറ്റ്, അത് വേദമാണ്, ജ്ഞാനമാണ്. ഗരുഡൻ ജ്ഞാനമായിട്ട് ഭഗവാൻ വാഹനാക്കിയിട്ടുണ്ടെന്നാണ്. കാള ധർമ്മമായിട്ട് ശിവൻ വാഹനമായിട്ടുണ്ടെന്നാണ്. സിംഹം സർവാധിപത്യമായിട്ട് ദേവി
മഹാദേവി അമ്മ വാഹനമായിട്ടുണ്ടെന്നാ. എല്ലാറ്റിനും ശാസ്ത്രമുണ്ടേ. ലക്ഷ്മീദേവി അങ്ങനെയാണ്. മഞ്ഞപ്പട്ടിൻ്റെ മീതെ ഒരു അരഞ്ഞാണം, പൊന്നരഞ്ഞാണം, കൃശമായിട്ടുള്ള ഉദരം, ആലില പോലെ 3 രോമാവലികളോട് കൂടിയിട്ട്, നാഭിയിൽ താമരപ്പൂ വിരിക്കേണ്ട നമുക്ക് വാസസ്ഥാനം, അതേപോലെ കുഴിഞ്ഞതായിട്ടുള്ള പൊക്കിള്, മരതകരത്ന ശോഭയിൽ 2 സ്ഥാനങ്ങൾ ധർമ്മം ആണ്. ലക്ഷ്മി ശ്രീവത്സമുള്ള വക്ഷസ്, വിരിഞ്ഞ മാർവിടം, രത്നഹാരം തൊട്ടുള്ള പലതും, വനമാല എല്ലാം ഉണ്ട് അവിടെ. കൗസ്തുഭം എന്നുള്ള രത്നമുണ്ട് കഴുത്തിൽ. പാലാഴിയെ മഥനം ചെയ്തപ്പോൾ അജിതൻ്റെ ആ തൃക്കൈകളിലുള്ള വളയ്ക്ക് പ്രത്യേകത ഉണ്ട്, അത്ര ലേശം തേഞ്ഞുണ്ടെന്നൊക്കെ പറയണം. മോതിരങ്ങൾ, വള, കടകം, കടിസൂത്രം, ഇങ്ങനെ പ്രസന്നമുഖനായിട്ട് ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുക. ഭഗവാന്റെ നീല നിറത്തിലുള്ള ആ മുടി, അത് കിരീടം പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീതെ കിരീടം വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മുടി ഇങ്ങനെ താഴത്തേക്ക് പാറിക്കളിക്കുന്നുണ്ട്. ചുരുണ്ട മുടിയാണ്, നീണ്ട മുടിയാണ്. അത് ചിലപ്പോൾ കുറേശ്ശെ നെറ്റിയിലേക്ക് വരുന്നുണ്ട്. നീണ്ട് പരന്ന് ചരിഞ്ഞ് 5 വലികളോട് കൂടിയിട്ടുള്ള വിസ്തൃതമായിട്ടുള്ള നെറ്റി, അതിൽ നടുക്കിൽ ഗോപിക്കുറി, നീണ്ടതായിട്ടുള്ള പൊരികക്കുടി. സൃഷ്ടിയായാലും സ്ഥിതിയായാലും സംഹാരമൊക്കെ ആയാലും അതൊക്കെ ഈ പുരികക്കൊടി കൊണ്ട് ഇത്രയേ വേണ്ടൂ. പുരികക്കൊടിയുടെ ചലനങ്ങൾ, ചുവന്ന കണ്ണ്, നീളത്തിൽ ഒരു നീല നിറത്തിലുള്ള ഒരു പീലി, മറ്റേ കൺപോളയിലെ പീലി. നമ്മുടെ കൺപോള അടയും തുറക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഭഗവാന്റെ കൺപോള അടയില്ല, തുറക്കില്ല. എപ്പോഴും തുറന്നുകൊണ്ടിരിക്കുക. കവിള് മിനുസമുള്ള കവിള്, മൂക്ക് നീണ്ട് കൂർത്ത് തടിച്ച് വലിയ ദ്വാരങ്ങളോട് കൂടിയിട്ടുള്ള അതിഭംഗിയുള്ള മൂക്ക്, അതിമിനുസമുള്ള കവിള്. ആ കവിളിൻ്റെ ശോഭ ഈ മകരകുണ്ടലത്തിൽ രത്നങ്ങളുണ്ട്, അതിലേക്ക് ഇങ്ങനെ വന്നിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യുക, പ്രകാശം. അതേപോലെ ലോഭം, ലജ്ജ, ചുണ്ടുകൾ മായപുഞ്ചിരി കാണിക്കാൻ വേണ്ടിയിട്ട്. മുല്ലപ്പൂ മുട്ട് പോന്നും അതുപോലെ തോന്നും ആ പല്ലുകൾ കണ്ടു കഴിഞ്ഞാൽ. 2 ദംഷ്ട്രയൊക്കെ ഉണ്ട് ഭഗവാന്. അങ്ങനെ ആജാനുബാഹമായുള്ള ആ ബലിഷ്ഠമായിട്ടുള്ള കയ്യ് ഭഗവാന്റെ കാൽമുട്ടിൻ്റെ താഴെ കയ്യിൻ്റെ പടം മുഴുവനായിട്ട് നിൽക്കണമെന്നാണ്. നമ്മുടെ കയ്യിൻ്റെ വിരൽ തന്നെ മുട്ടിൻ്റെ അവിടേക്ക് എത്തില്ല, അത്രയും നീളമുള്ള പാലകനാണേ, അതാണ്. അപ്പോൾ അത്രയും വലിയ കയ്യ്, എല്ലാം അതുകൊണ്ട് താങ്ങാൻ പറ്റും. അല്ലാത്തൊരു അതിസുന്ദരമായിട്ടുള്ള രൂപം. ഈ ഭഗവാന്റെ രൂപത്തെ കേശാദിപാദം പാദാദികേശം സ്മരിച്ചുകൊണ്ട് ഹൃദയത്തെ അങ്ങോട്ട് ആർദ്രമാക്കണം, നനയ്ക്കണം എന്നർത്ഥം. രോമാഞ്ചം വരണം, കണ്ണീര് തന്നെ വരണം, ഓട്ടോമാറ്റിക്കായിട്ട് കണ്ണീര് വരണം. കരയണം എന്നർത്ഥം. മറ്റെല്ലാം മറക്കണം, ത്രിപുടി കടക്കണം, ത്രിത്വം കടന്ന് ദ്വന്ദ്വം കടന്ന് ഒന്നാവണം എന്നർത്ഥം. നമുക്കും പറ്റൂത്രേ, സാധാരണക്കാർക്കും പറ്റുന്ന പറയണം, സ്ത്രീകൾക്കും പറ്റുന്ന പറയണം. പക്ഷെ അത് അങ്ങനെ വേണം. ഈ ഭക്തിയെ തന്നാലും ഭക്തിയെ തന്നാലും ഭക്തരുമായി നിത്യം സത്സംഗവും എന്നും ഭഗവാന്റെ സൽക്കഥ കേൾക്കാനും നാമം ജപിക്കാനും സാധിക്കണം. അങ്ങനെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഈ ഭഗവത് പാദാരവിന്ദ് ആശ്രിതനായിക്കൊണ്ട് ഭഗവത് ആ പാദത്തെ തോണിയായിട്ട് കണക്കാക്കി അതിൽ കയറി ഇരുന്നു കൊണ്ട് ഉപാസനയാകുന്ന ഈ പങ്കായം കൊണ്ടിങ്ങനെ തുഴഞ്ഞ് ഭഗവാന്റെ അനുഗ്രഹമാകുന്ന ആ തോണിയുടെ ഒരു പായ ഉണ്ടാവും, ആ പായയിലെ അനുഗ്രഹം ഇങ്ങനെ വാങ്ങിയിട്ട് എല്ലാ ഒഴുക്കിനെയും മറികടന്നുകൊണ്ട് ആ തോണി നമുക്ക് ഈ സംസാരം കടക്കാനുള്ള ഒരു കപ്പലായിട്ട് കണക്കാക്കണം, രക്ഷാമാർഗമായിട്ട്, യാത്രയ്ക്കുള്ളൊരു ഇതായിട്ട് കണക്കാക്കണം. ഇങ്ങനെ
ഞാനിവിടെ വന്നത് ഈ ശരീരം അത് ഒന്നുമില്ല, ഇതിനൊരു വിലയില്ല എന്ന രീതിയിൽ ഒരു തിരമാല പോലെ കണക്കാക്കിക്കൊണ്ട് ഈ നദി കടലിൽ ചേർന്ന് കഴിഞ്ഞാൽ എൻ്റെ സ്വത്വം കൂടി ഇല്ലാണ്ടാവും. ഇങ്ങനെ സ്വയമേവ തന്നെ നമ്മുടെ ഈ ലഘുത്വവും ഭഗവാന്റെ മഹിമയും അങ്ങോട്ട് കണക്കാക്കിക്കൊണ്ട് ജീവിക്കുക. ഇതെല്ലാം ഭഗവാൻ കൽപ്പിച്ചതാണ്, മനസ്സുകൊണ്ട് സങ്കല്പിച്ചതാണ്. ഈ പ്രകൃതിയെ ഭഗവാൻ ഇച്ഛാ മാത്രം കൊണ്ട് സൃഷ്ടിച്ചതാണ്. അതിൽ പെട്ടതാണ് നമ്മൾ. നമുക്കിതിൽ നിന്ന് രക്ഷ നേടുകയാണ് വേണ്ടത്. ഇങ്ങനെ മുക്തിക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാനെ ആരാണോ കേശാദിപാദം പാദാദികേശം സ്മരിക്കുന്നത് അവർക്ക് മുക്തി കിട്ടും. അപ്പം അതിന് എന്തൊക്കെയാണോ നമ്മളെ ഇവിടെ കൊടുക്കുന്നത് വെച്ചാൽ അതിനെയൊക്കെ ഉപേക്ഷിക്കുകയാണ് വേണ്ടതെന്ന് ഈ അധ്യായം കൊണ്ട് പറയണം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത അധ്യായത്തിൽ ഭക്തിയെ തന്നാലും നല്ലേ പറഞ്ഞാൽ ഭക്തിയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് ഗർഭഗീതയിലേക്ക് കിടക്കാം. ജീവഗതി എന്നാണ്, അത് നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.